Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. എയർ കണ്ടീഷണർ ഗ്യാസ് പോയ്സണിങ്. എയർ കണ്ടീഷണറിൻ്റെ ഗ്യാസ് പോയ്സൺ നിറഞ്ഞതാണോ, അതാണോ കൊലപ്പെടുത്തിയത്? 2 ഫൗണ്ട് ഡെഡ് ഇൻസൈഡ് പാർക്ക്ഡ് ക്യാരവാൻ ഇൻ കേരള. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ വായിക്കണം: 2 were ഫൗണ്ട്. 2 പേരെ കണ്ടെത്തി. ഡെഡ് മരിച്ച നിലയിൽ. മരിച്ച നിലയിൽ 2 പേരെ കണ്ടെത്തി. ഇൻസൈഡ് പാർക്ക്ഡ് ക്യാരവാൻ ഇൻ കേരള. പാർക്ക്ഡ് ക്യാരവാൻ എന്നാൽ പാർക്ക് ചെയ്തിട്ടുള്ള, നിർത്തിയിട്ടിട്ടുള്ള. ഇൻസൈഡ് എന്നാൽ അകത്ത്, നിർത്തിയിട്ടിട്ടുള്ള ക്യാരവാൻ്റെ വാഹനത്തിൻ്റെ ഉള്ളിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കേരളത്തിലാണ് സംഭവം. എയർ കണ്ടീഷണറിൻ്റെ ഗ്യാസ് പോയ്സനാണോ മരണത്തിൻ്റെ കാരണം? അതാണോ? അത് വിഷമാണോ? ഇതാണ് തലക്കെട്ട്. 2 youths were found dead. 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വേർ ഫൗണ്ട് എന്നാൽ കണ്ടെത്തി, ഡെഡ് മരിച്ച നിലയിൽ. ഇൻസൈഡ് എ പാർക്ക്ഡ് ക്യാരവാൻ, പാർക്ക് ചെയ്തിട്ടുള്ള ഒരു ക്യാരവാൻ വാഹനത്തിൻ്റെ ഉള്ളിലാണ്. വീക്കിൾ എന്നാൽ വാഹനം. ഒരു ക്യാരവാൻ വാഹനത്തിന് അകത്ത് 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇൻ നോർത്തേൺ കേരള, നോർത്തേൺ കേരളത്തിലാണ്. ഓൺ മൺഡേ, തിങ്കളാഴ്ച ദിവസമാണ് കണ്ടെത്തിയത്. നോർത്തേൺ കേരള എന്നാൽ വടക്കൻ കേരളം. കേരള പോലീസ് സസ്പെക്റ്റ്. സസ്പെക്റ്റ് എന്നാൽ സംശയിക്കുക എന്നുള്ള അർത്ഥമാണ്. കേരള പോലീസ് സസ്പെക്റ്റ്, കേരള പോലീസ് സംശയിക്കുന്നു. ലീക്കേജ് ഓഫ് പോയ്സണസ് ഗ്യാസ്, വിഷം നിറഞ്ഞിട്ടുള്ള ഗ്യാസിൻ്റെ, വിഷകരമായിട്ടുള്ള ഗ്യാസിൻ്റെ ലീക്കേജാണോ മരണകാരണമെന്ന് പോലീസ് സംശയിക്കുന്നു. ഫ്രം ദി എയർ കണ്ടീഷണർ, എയർ കണ്ടീഷൻ്റെ ഉള്ളിൽ നിന്നുള്ള വിഷകരമായിട്ടുള്ള പോയ്സൺ, ആ ഗ്യാസ് ആയിരിക്കാം മരണകാരണമെന്ന് പോലീസ് സംശയിക്കുന്നു. കുഡ് ഹാവ് ലെഡ് ടു ദെയർ ഡെത്ത്. ദെയർ ഡെത്ത് എന്നാൽ അവരുടെ മരണം. കുഡ് ഹാവ് ലെഡ് എന്നാൽ നയിച്ചിട്ടുണ്ടാകാമെന്നാണ് അർത്ഥം, സാധ്യതയാണ്. കേരള പോലീസ് സസ്പെക്ട് ലീക്കേജ് ഓഫ് പോയ്സണസ് ഗ്യാസ് ഫ്രം ദ എയർ കണ്ടീഷണർ കുഡ് ഹാവ് ലെഡ് ടു ദെയർ ഡെത്ത്. അവരുടെ മരണത്തിന് ഈ ഗ്യാസിന്, ഈ എയർ കണ്ടീഷൻ്റെ വിഷം നിറഞ്ഞിട്ടുള്ള വാതകത്തിൻ്റെ ലീക്കേജ് ആയിരിക്കാം മരണകാരണമെന്ന് സംശയിക്കുന്നു. അക്കോർഡിംഗ് ടു വടകര പോലീസ്, വടകര പോലീസ് പറയുന്ന വിവരമനുസരിച്ച്, അവർ പറയുന്നത് പ്രകാരമുള്ള കാര്യമാണ് പറയുന്നത്. ദ ഡിസീസ്ഡ് വേർ ഐഡൻറ്റിഫൈഡ്, ഈ മരിച്ച വ്യക്തികളെ തിരിച്ചറിഞ്ഞു. ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ എന്നുള്ള അർത്ഥം. മരിച്ചുപോയ വ്യക്തികളെ തിരിച്ചറിഞ്ഞു. ആരൊക്കെയാണ്? ആസ് മനോജ്, ഹെയിലിംഗ് ഫ്രം മലപ്പുറം, മലപ്പുറത്ത് നിന്നുള്ള മനോജ്. ആൻഡ് ജോൾ ഫ്രം കാസർഗോഡ്, കാസർഗോഡിൽ നിന്നുള്ള ഈ ജോൾ എന്നു പേരുള്ള ഈ വ്യക്തി. ഈ 2 പേരാണ് മരണപ്പെട്ടത്. അവരെ തിരിച്ചറിഞ്ഞു. ദ ഡുവോ, ഡുവോ എന്നാൽ 2 പേർ. ദ ഡുവോ വേർ സ്റ്റാഫ് ഓഫ് എ കാരവാൻ ടൂറിസം കമ്പനി ഇൻ പൊന്നാനി. പൊന്നാനിയിലുള്ള ഒരു ടൂറിസം കമ്പനിയിലെ കാരവാനിലെ ഈ വാഹനത്തിൻ്റെ ജോലിക്കാരാണ് ഈ 2 പേർ. കേരളത്തിലുള്ള സ്ഥലമാണ്. ആൻഡ് വേർ റിട്ടേണിങ്, അവർ തിരിച്ചു വരികയായിരുന്നു. ടു ദയർ ഓഫീസ്, അവർ അവരുടെ ഓഫീസിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ആഫ്റ്റർ, അതിനുശേഷം. ആഫ്റ്റർ അറ്റൻഡിങ് എ വെഡ്ഡിങ് ഈവൻറ്റ്, ഒരു വിവാഹ പാർട്ടി, അതിൽ പങ്കെടുത്തതിന് ശേഷം അവർ അവരുടെ ഓഫീസിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇൻ തലശ്ശേരി ഓൺ മൺഡേ, തലശ്ശേരിയിൽ അവർ ഒരു വെഡ്ഡിങ് ഇവൻറ്റിൽ പങ്കെടുത്തു. അതിനുശേഷം അവർ ഞായറാഴ്ച അവർ തിരിച്ചു വരികയായിരുന്നു. ഞായറാഴ്ച ദിവസം അവർ വെഡ്ഡിങ് ഇവൻറ്റിൽ പങ്കെടുത്തു. അതിനുശേഷം അവർ അവരുടെ ഓഫീസിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പാസർ ബൈ പബ്ലിക്, അതിലൂടെ യാത്ര ചെയ്യുന്ന വഴിപോക്കർ, ജനങ്ങൾ. നോട്ടീസ്ഡ്, ശ്രദ്ധിച്ചു. ദ വെഹിക്കിൾ പാർക്ക്ഡ് ഓൺ ദ റോഡ് സൈഡ് ഫോർ ഓവർ 2 days, അതിലൂടെ നടന്നു പോകുന്ന ജനങ്ങൾ ശ്രദ്ധിച്ചു. ഒരു 2 ദിവസത്തിൽ കൂടുതലായിട്ട് ആ വാഹനം അവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് ആളുകൾ ശ്രദ്ധിച്ചു. ആൻഡ് ഫൗണ്ട്, ആളുകൾ കണ്ടെത്തി. ദ ഡുവോ, ഈ 2 പേരെ ആളുകൾ കണ്ടെത്തി. ലൈങ്, കിടക്കുന്ന രൂപത്തിൽ.
അൺകോൺഷ്യസ് എന്നാൽ ബോധമില്ലാതെ. ഇൻ ദ വെഹിക്കിൾ വാഹനത്തിനകത്ത് 2 പേര് ബോധമില്ലാതെ കിടക്കുന്നതായിട്ട് ആളുകൾ കണ്ടെത്തി. റെസിഡൻസ് നിവാസികൾ, ആ പ്രദേശത്തുള്ള ആളുകൾ. ഇൻ ദ ഏരിയ ആ പ്രദേശത്തുള്ള നിവാസികൾ. ഇമീഡിയറ്റ്ലി പെട്ടെന്ന്. അലേർട്ടഡ് അറിയിച്ചു പോലീസിനെ അവിടെയുള്ള നിവാസികൾ പെട്ടെന്ന് അറിയിച്ചു. ഓൺ മൺഡേ ഈവനിങ് തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം ആ പ്രദേശത്തുള്ള താമസക്കാർ പെട്ടെന്ന് പോലീസിനെ വിവരമറിയിച്ചു. വി റിസീവ്ഡ് ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു കോൾ ഞങ്ങൾക്ക് ലഭിച്ചു. എറൗണ്ട് ഏകദേശം 8:45 PM ഏകദേശം രാത്രി 8:45 മണി സമയത്ത് ഞങ്ങൾക്കൊരു കോൾ ലഭിച്ചു. എബൌട്ട് അതിനെ സംബന്ധിച്ച്. എബൌട്ട് എ കാരവാൻ പാർക്ക്ഡ് നിയർ ദ KTDC ബിൽഡിംഗ്. KTDC ബിൽഡിങ്ങിന് അടുത്തായിട്ട് ഒരു കാരവാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വിവരം പറയാൻ വേണ്ടിയിട്ട് പോലീസിനെ വിളിച്ചു. വിവരം പോലീസിന് ലഭിച്ചു ഏകദേശം 8:45 മണി സമയത്ത്. അപ്പോൾ അറൈവിങ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് അത് കേട്ട ഉടനെ അത് അവിടെ എത്തി അന്വേഷിക്കുന്നു. വി ഫൗണ്ട് ഞങ്ങൾ കണ്ടെത്തി ദ ടു മെൻ ഈ 2 പുരുഷന്മാരെ ഞങ്ങൾ കണ്ടെത്തി. ഡെഡ് ഇൻസൈഡ് അതിനകത്ത് മരിച്ച നിലയിൽ ഞങ്ങൾ കണ്ടെത്തി. സെഡ് പറഞ്ഞു. എ പോലീസ് ഓഫീസർ ടു ഓൺ മനോരമയോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഓൺ ചെക്സ് പരിശോധനകളിൽ. പോലീസ് കണ്ടെത്തി. 1 ബോഡി ഒരു മൃതദേഹം പോലീസ് കണ്ടെത്തി. ലൈയിങ് ഓൺ ദ സ്റ്റെപ്സ് ഓഫ് വെഹിക്കിൾ വാഹനത്തിൻ്റെ പടികളിൽ അങ്ങോട്ട് കയറുന്ന സ്റ്റെപ്പുകളിൽ ഒരു മൃതദേഹം കിടക്കുന്നതായിട്ട് പോലീസ് കണ്ടെത്തി. ലൈയിങ് എന്നാൽ കിടക്കുന്നതായിട്ട്. അനദർ ബോഡി മറ്റൊരു മൃതദേഹം വാസ് ഫൗണ്ട് മറ്റൊരു മൃതദേഹം കണ്ടെത്തി. ഇൻ ദ ക്യാരവാനകത്ത് മറ്റൊരു മൃതദേഹം കണ്ടെത്തി. അതേസമയം മറ്റൊരു മൃതദേഹം സ്റ്റെപ്പുകളിൽ കിടക്കുന്നതായിട്ടും കണ്ടെത്തി. പോലീസ് എടുത്തു ദ ബോഡീസ് ഈ മൃതദേഹങ്ങൾ പോലീസ് വീണ്ടെടുത്തു. ആൻഡ് ദേ വേർ സെൻറ്റ് അവകൾ അയച്ചു. മൃതദേഹങ്ങൾ അയക്കപ്പെട്ടു. ഫോർ ഓട്ടോപ്സി എന്നാൽ പോസ്റ്റ്മോർട്ടം എന്നുള്ള അർത്ഥമാണ്. പോലീസ് ആ മൃതദേഹം വീണ്ടെടുത്ത് പോലീസ് ആ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അയച്ചു. അക്കോർഡിംഗ് ടു പോലീസ് പറയുന്നത് പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ ഈസ് പ്രോഗ്രസിങ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫോറൻസിക് സംഘങ്ങളും ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്സ് വിരലടയാള വിദഗ്ധരും ആൻഡ് ഡോഗ് സ്ക്വാഡും ആർ കണ്ടക്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എക്സാമിനേഷൻ പരിശോധനകൾ അറ്റ് ദ സീൻ സംഭവസ്ഥലത്ത്. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും അതുപോലെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നോ സസ്പിഷ്യസ് എവിഡൻസ് ഹാസ് ബീൻ ഫൗണ്ട് സോഫാർ എന്നാൽ ഇതുവരെ എന്നുള്ള അർത്ഥമാണ്. നോ സസ്പിഷ്യസ് എവിഡൻസ് ഹാവ് ബീൻ ഫൗണ്ട് സംശയകരമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല. എവിഡൻസ് എന്നാൽ തെളിവ്. സംശയകരമായിട്ടുള്ള തെളിവ് കണ്ടെത്തിയിട്ടില്ല. സോഫാർ ഇതുവരെ ഇത്തരത്തിലുള്ള സംശയകരമായിട്ടുള്ള തെളിവ് കണ്ടെത്തിയിട്ടില്ല. ഇവിടെ ആദ്യം നോ എന്നുള്ളത് കൊണ്ടാണ് ഈ സെൻറ്റൻസ് ഒരു നെഗറ്റീവായത്. കണ്ടെത്തിയിട്ടില്ല എന്നുള്ള അർത്ഥം കിട്ടിയത്. ആൻഡ് ഫർദർ ഡീറ്റെയിൽസ് ക്യാൻ ഓൺലി ബി പ്രൊവൈഡഡ് ആഫ്റ്റർ ദ പോസ്റ്റ്മോർട്ടം പ്രൊസീജിയർ എന്നാൽ നടപടിക്രമം. ഫർദർ ഡീറ്റെയിൽസ് എന്നാൽ കൂടുതൽ വിശദവിവരങ്ങൾ. പോസ്റ്റ്മോർട്ട നടപടികൾക്ക് ശേഷം മാത്രമേ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. എ സീനിയർ പോലീസ് ഓഫീസർ ടോൾഡ് PTI ന്യൂസ് ഏജൻസിയാണ്. ഈ ന്യൂസ് ഏജൻസിയോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. There are no eyewitnesses. ഐവിറ്റ്നസ് എന്നാൽ ദൃക്സാക്ഷി എന്നുള്ള അർത്ഥമാണ്. There are no eyewitnesses. ദൃക്സാക്ഷികൾ ഇല്ല. There are no എന്നാൽ ഇല്ല. There are no eyewitnesses. ദൃക്സാക്ഷികൾ ഇല്ല. സർവീസസ് സേവനങ്ങൾ ഫ്രം ഫോറൻസിക് ആൻഡ് അതർ സയൻറ്റിഫിക് എക്സ്പേർട്ട്. ഫോറൻസിക് ടീം അതുപോലെ മറ്റുള്ള സയൻറ്റിഫിക് എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രീയ വിദഗ്ധരും ടീം ശാസ്ത്രീയ വിദഗ്ധരുടെ സംഘങ്ങളും ഹാവ് ബീൻ സോട്ട്
അതായത് സീക്ക് എന്നാൽ ഇവിടെ തേടുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ സഹായം തേടുക, സേവനം തേടുക എന്നുള്ള അർത്ഥമാണ്. ഈ പറഞ്ഞിട്ടുള്ള സംഘങ്ങളുടെ സേവനങ്ങൾ തേടിയിട്ടുണ്ട്. ആൻഡ് ഓൺലി ആഫ്റ്റർ ദെയർ അനാലിസിസ് ക്യാൻ എനി കൺക്ലൂഷൻസ് ബി ഡ്രോൺ. അനാലിസിസ് എന്നാൽ അപഗ്രഥനം. ഇവരുടെ പരിശോധനകൾക്ക് ശേഷമേ ഒരു കൺക്ലൂഷനിൽ, ഒരു നിഗമനത്തിൽ എത്താൻ പറ്റൂ. ഇത് എന്താണ് എന്നുള്ളത്, മരണകാരണം എന്താണെന്നുള്ളത് അറിയാൻ പറ്റൂ. മുമ്പ് പറഞ്ഞിട്ടുള്ള വിദഗ്ധരുടെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. അവരുടെ സേവനങ്ങൾ തേടിയിട്ടുണ്ട്. ദി ഓഫീസർ ആഡഡ്. ഉദ്യോഗസ്ഥൻ ചേർത്തു പറഞ്ഞു. ദോ പോലീസ് സസ്പെക്ട് ഇൻഹലേഷൻ ഓഫ് പോയ്സണസ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് could have led to their deaths. There is no confirmation yet. ദോ എന്നാൽ എങ്കിലും, സസ്പെക്റ്റ് എന്നാൽ സംശയിക്കുന്നു, ഇൻഹലേഷൻ എന്നാൽ ഉച്ചരാശ്രം, അതായത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കൽ. ഇൻഹലേഷൻ ഓഫ് പോയ്സണസ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ്, വിഷകരമായ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഉള്ളിലേക്ക് വലിച്ചതായിരിക്കാം എന്ന് പോലീസ് സംശയിക്കുന്നു. എങ്കിലും കുഡ് ഹാവ് ലെഡ് ടു ദെയർ ഡെത്ത് എന്നാൽ അവരുടെ മരണങ്ങളിലേക്ക് നയിച്ചത് ഇതായിരിക്കാം. എങ്കിലും ദർ ഈസ് നോ കൺഫർമേഷൻ യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. കൺഫർമേഷൻ എന്നാൽ സ്ഥിരീകരണം. എങ്കിലും ഇതുവരെ സ്ഥിരീകരണമില്ല. ഇതായിരിക്കാം മരണകാരണമെന്ന്, ഇതായിരിക്കാം കാരണം, ഇതാണ് മരണകാരണത്തിലേക്ക്, അവരുടെ മരണത്തിലേക്ക് നയിച്ചത്. എങ്കിലും എന്തില്ല, സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല. ആസ് പെർ പ്രിലിമിനറി പ്രോബ് എന്നാൽ അന്വേഷണം, പ്രിലിമിനറി എന്നാൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ വിവരത്തിൽ, അന്വേഷണപ്രകാരം, ആ അന്വേഷണത്തിൻ്റെ വിവരമാണ് പറയുന്നത്. അത് പ്രകാരം ദ ഡിസീസ്ഡ് കുഡ് ഹാവ് ഇൻഹെയിൽ എന്നാൽ ശ്വസിക്കുക, ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ. ഈ മരിച്ചുപോയ ദ ഡിസീസ്ഡ് കുഡ് ഹാവ് ഇൻഹെയിൽഡ്, ഈ മരിച്ചുപോയ വ്യക്തികൾ ശ്വസിച്ചതായിരിക്കാൻ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതായിരിക്കാം, ഇതായിരിക്കാം മരണത്തിൻ്റെ കാരണം എന്നാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതിനുശേഷം ആഫ്റ്റർ ദ വെഹിക്കിൾസ് എയർ കണ്ടീഷനിങ് സിസ്റ്റം സ്റ്റോപ്ഡ് ഫങ്ഷനിങ് എന്നാൽ പ്രവർത്തനം. ഈ വാഹനത്തിൻ്റെ എയർ കണ്ടീഷൻ്റെ പ്രവർത്തനം നിന്നുപോയി. അതിനുശേഷം ഈ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതായിരിക്കാം മരണകാരണം എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ദ AC ഇൻ ദ വെഹിക്കിൾ, ഈ വാഹനത്തിൻ്റെ AC വാസ് റണ്ണിങ്, പ്രവർത്തിക്കുകയായിരുന്നു ഓൺ പവർ ഫ്രം UPSൽ നിന്നുള്ള വൈദ്യുതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു ഈ വാഹനത്തിലെ AC. അതിനുശേഷം ദ എൻജിൻ വാസ് ടേൺഡ് ഓഫ്, വാഹനത്തിൻ്റെ എൻജിൻ ഓഫായതിനു ശേഷം ഈ UPSൽ നിന്നുള്ള വൈദ്യുതിയിൽ ഈ വാഹനത്തിൻ്റെ AC പ്രവർത്തിക്കുകയായിരുന്നു.